ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്ന ജീവൻ്റെ അപ്പം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യം. ഫാദർ യുവർ കിങ്ഡം കം. സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരേണമേ എന്നാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ രാജ്യത്തെ പറ്റി എത്ര മനോഹരമായ രാജ്യമാണ്. ആ രാജ്യത്തിൽ നിന്നാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. ആ രാജ്യം മനോഹരമാണ്. ഈ ലോകത്തിലെ രാജ്യം അത് എല്ലാം തകർന്നു പോകും എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. അപ്പോൾ ദൈവം വന്ന് വേറെ ഇറ്റേണൽ കിങ്ഡം, അതായത് എവർ ലാസ്റ്റിംഗ് കിങ്ഡം, നിത്യരാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ്. ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യവും തകർത്തുകൊണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, സ്വർഗീയ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നീതി വരണമേ, സമാധാനം വരണമേ, സന്തോഷം വരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇന്നു മുതൽ എന്നും അത് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണുന്നു, അതായത് യേശു പറഞ്ഞു, മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ് എന്ന്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 36-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഈ രാജ്യം ഐതിഹ്യമല്ല, ഈ രാജ്യം എൻ്റെ രാജ്യം അല്ല എന്ന്. എന്താണ് യേശു അങ്ങനെ പറഞ്ഞ്? യേശു ഹി ഡസൻറ്റ് ബിലോങ് ടു ദിസ് വേൾഡ്. വി ഓൾസോ ഡോണ്ട് ബിലോങ് ടു ദിസ് വേൾഡ്, അല്ലേ? ഗോഡ്സ് ചിൽഡ്രൻ വോണ്ട് ബിലോങ് ടു ദിസ് വേൾഡ്. എങ്ങനെയാണ് സാത്താൻ തട്ടിയെടുത്തത് ഈ രാജ്യമെല്ലാം? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് സ്വന്തം സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്. ഹിസ് ഓൺ ഇമേജാണ്. ആ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചതാണ്, അല്ലാതെ മങ്കിയുടെ അല്ല, വേറെ ആനിമൽസിൻ്റെ ഒന്നും രൂപത്തിലല്ല നമ്മളെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ഓൺ ഇമേജാണ്. അപ്പോൾ ഒരു എലിഫൻറ്റ് സൃഷ്ടിച്ചിട്ട് എലിഫൻറ്റ് കുഞ്ഞിന് ബേബി എലിഫൻറ്റ് എന്ന് പറയും, അല്ലേ? ഒരു ഒരു പശുവിൻ്റെ കുഞ്ഞിന് പശു കുഞ്ഞ്, അല്ലേ? പിന്നെ ആടിൻ്റെ കുഞ്ഞ് ആട്ടും കുഞ്ഞാണ്. ക്യാറ്റ് ആണെങ്കിൽ കിറ്റൺ, അതിൻ്റെ കുഞ്ഞാണ്. അങ്ങനെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാഹചര്യത്തിൽ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കുഞ്ഞ് ആരാണ്? ദൈവമാണ്. ചെറിയ ദൈവമാണ്, ബേബി ഗോഡ്. അങ്ങനെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. പക്ഷേ പാപം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? സാത്താൻ അതെല്ലാം ഏറ്റുവാങ്ങി. സാത്താൻ നോക്കിയിരിക്കുകയായിരുന്നു ഈ ബന്ധം തകർക്കാൻ വേണ്ടി. ദൈവവും മനുഷ്യനുമായുള്ള ആ ബന്ധം, ആ സ്നേഹബന്ധം, കോൺവെർസേഷൻ, ആ റിലേഷൻഷിപ്പ്, അതെല്ലാം തകർക്കുവാൻ വേണ്ടി സാത്താൻ തക്കം പാത്തിരിക്കുകയാണ്. അങ്ങനെ ഹവ്വായെ സമീപിച്ച് ഹവ്വായോട് നുണയെല്ലാം പറഞ്ഞ്, നീ പഴം തിന്ന ദൈവത്തെ പോലെ ആകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ദൈവത്തെ പോലെ ആയിരുന്നു. they were already like God, but Satan deceived and said you will become like God എന്ന്. അപ്പം ഹവ്വ അത് വിശ്വസിച്ച് പഴം തിന്നു, ആപ്പിൾ തിന്നു. തിന്നരുത്, വിലക്കപ്പെട്ട കനി തിന്നു. അങ്ങനെ ആദാമിനും കൊടുത്തു. അങ്ങനെ പാപം ഈ ലോകത്തിൽ വന്നു. പാപം വരുമ്പോൾ യേശു ദൈവത്തിന് പാപിയോടുകൂടി ജീവിക്കാൻ പറ്റുകയില്ല. ആ പാപം ഏറ്റുപറഞ്ഞ് നമ്മൾ കുമ്പസാരിച്ച് നമ്മളത് വിട്ട് കളഞ്ഞാൽ മാത്രമേ ദൈവത്തിന് നമ്മളിൽ വസിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം പാപം ചെയ്തപ്പോൾ ഇവരെ ഏദൻ തോട്ടത്തിൽ പുറത്താക്കി. പിന്നെ ദൈവം സ്വർഗത്തിലേക്കും പോയി. എന്നാലും ദൈവം മനുഷ്യനെ വിട്ടില്ല.